തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജു സമർപ്പിച്ച അപ്പീലിൽ വിധി പറയുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ വിധിയും ശിക്ഷാവിധിയും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ആന്റണി രാജു തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്. അഭിഭാഷകനായിരിക്കെ തൊണ്ടിമുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം നടത്തിയ കേസിലാണ് ആന്റണി രാജുവിനെ വിചാരണ കോടതി 3 വർഷത്തേക്ക് ശിക്ഷിച്ചത്. സിജോ ബി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, വിശദാംശങ്ങൾ. തൊണ്ടിമുതൽ കൃത്രിമ കേസിൽ ആന്റണി രാജുവിനെ 3 വർഷത്തേക്കാണ് നെടുമങ്ങാട് കോടതി ശിക്ഷിച്ചിരുന്നത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ആന്റണി രാജു ജില്ലാ കോടതിയെ സമീപിച്ചിരുന്നത്. ഇതിൽ കഴിഞ്ഞ ദിവസം വിശദമായി വാദം നടന്നിരുന്നു. ഇന്ന് ഉത്തരവിനായി വെച്ചിരുന്നതാണ്. രാവിലെ കോടതി പരിഗണിച്ചപ്പോൾ അത് അവസാന കേസായി പരിഗണിക്കാമെന്നുള്ള കാര്യം കോടതി വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് വീണ്ടും ഈ ഹർജി വന്നപ്പോഴാണ് അത് അടുത്ത ദിവസത്തേക്കായി തിങ്കളാഴ്ചത്തേക്ക് പരിഗണിക്കുന്നതിന് വേണ്ടി മാറ്റുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് കോടതിയുടെ തീരുമാനം എന്ന് പറയുന്നത്. ഇപ്പോൾ അയോഗ്യനാക്കപ്പെട്ടിരിക്കുകയാണ് ആന്റണി രാജു MLA സ്ഥാനത്ത് നിന്ന് വിധി വന്നതിന് പിന്നാലെ. 2 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിച്ച ആളാണ് ഒരു ജനപ്രതിനിധി അയോഗ്യനാക്കപ്പെടുക. സ്വാഭാവികമായും 3 വർഷം ശിക്ഷ ലഭിച്ചതിന് പിന്നാലെയായിരുന്നു അയോഗ്യനാക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വന്നത്. പിന്നാലെ ഇതിന്റെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ വിധിയും അതോടൊപ്പം തന്നെ ശിക്ഷാവിധിയും റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയെ സമീപിക്കുകയും ചെയ്തിരിക്കുന്നത്. ആന്റണി രാജുവിന് അനുകൂലമായി വിധി വരികയാണെങ്കിൽ സ്വാഭാവികമായും MLA സ്ഥാനത്തേക്ക് തിരികെ എത്താൻ സാധിക്കും. അതോടൊപ്പം തന്നെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും തടസ്സമുണ്ടാവില്ല. അതേസമയം കോടതിയിൽ നിന്ന് തിരിച്ചടിയാണെന്നുണ്ടെങ്കിൽ MLA സ്ഥാനത്തേക്ക് വരാൻ പറ്റില്ലെന്ന് മാത്രമല്ല വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും വലിയ തടസ്സമാകുകയും ചെയ്യും. സിജോ ബി ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്.